ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. മോട്ടോറോള എഡ്ജ് 60 പ്രോ. നോർമലി മോട്ടോറോള ഫോൺസിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭയങ്കര അധികം വീക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡീസിൻ്റെ പെർഫോമൻസ് മാത്രമേ എപ്പോഴും എല്ലാ മോട്ടോറോള ഫോൺസിനും തരാറുള്ളൂ. പക്ഷേ ഈ ഒരു എഡ്ജ് 60 പ്രോ എന്ന മോഡലിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് വൈസ് കാര്യമായിട്ട് നല്ല രീതിയിൽ അവർ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കിയത്. ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 30,000 രൂപ റേഞ്ചിൽ ഒരു ബെസ്റ്റ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു പെർഫോമൻസും നല്ലൊരു ചിപ്സെറ്റും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ ഒരു ഫോൺ ടോപ്പ് നോച്ച് ലെവൽ സ്പെക്ക് ഇതിന് തരുന്നുണ്ട്. ഞാൻ എല്ലാം 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈസ് ആൻഡ് വേരിയൻ്റ് ആണെങ്കിൽ 2 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 8GB 256GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൈസ് 29,999 ആയിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 33,999 ആയിട്ടാണ് വരുന്നത്. 30,000 രൂപ മാത്രമേ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് വരുന്നുള്ളൂ. അതും 256GB തന്നെ കൊടുത്തിട്ടുമുണ്ട്. 128GB എന്നുള്ള ഒരു ക്ലീഷേ സ്റ്റോറേജ് ഒഴിവാക്കിയിട്ടുണ്ട്. നോർമലി അത് ഈ പ്രൈസ് റേഞ്ചിൽ മോഡലുള്ള ഫോൺസിൽ ഉണ്ടാവാറില്ല. ഈ ഫോണിൻ്റെ ഡിസൈൻ എപ്പോഴത്തെയും പോലെ എല്ലാ ഫോണും ഇപ്പോൾ റീസെൻ്റായിട്ട് എഡ്ജ് സീരീസിൽ ഇറങ്ങിയ ഫോൺ പോലെ തന്നെ എക്സാക്റ്റ് ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഡിസൈൻ്റെ ഭാഗത്തൊന്നും എടുത്ത് പറയാനേ ഇല്ല. വീഗൽ ലെതറായിട്ടാണ് വരുന്നത്. പക്ഷെ കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. 3 കളേഴ്സായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 186 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.24 mm തിക്നെസ്സും വരുന്നുണ്ട്. IP69 റേറ്റിങ്ങും ഫോണിന് കൊടുത്തിട്ടുമുണ്ട്. എല്ലാം ഒരു ബെസ്റ്റ് ലെവലാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ മോഡലിൽ, അതായത് എഡ്ജ് 50 പ്രോയിൽ മെറ്റലിൻ്റെ ഫ്രെയിമായിരുന്നു ഇതിലേക്ക് പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം പെർഫോമൻസ് ഇവർ അധികം ഫോക്കസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇതിലേക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഏതൊക്കെയാണ് ഞാൻ ആ ഒരു സമയത്ത് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ്റെ വൈസ് അങ്ങനെ ഗംഭീരമൊന്നും പറയാനില്ല, നോർമലി ഉള്ള പോലെ തന്നെയാണ്. അതായത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ഒക്കെയാണ്, അത്യാവശ്യം ഡ്യൂറബിൾ കൂടിയാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈനും ബിൽഡിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു അമോൾഡ് ആയിട്ടുള്ള 120 Hz ഒരു കോഡ് കർവ്ഡ് ആയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 1400 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. കോഡ് കർവ്ഡ് ആണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കും. പക്ഷേ കോഡ് കർവ്ഡ് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഡിസ്പ്ലേ ആണ്, അതിലൊന്നും കുഴപ്പമില്ല. പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സ്ക്രീൻ ഗാർഡ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരത്തില്ല. നല്ലൊരു പ്രൊട്ടക്ഷൻ 7 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഇഷ്യൂസ് പറയാനില്ല. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 50 MB ഒരു സോണിയുടെ ലിറ്റിയ 700C എന്നൊരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 50 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 10 MB ഒരു ടെലിഫോട്ടോ 3x ടെലിഫോട്ടോ ലെൻസും റിയറിൽ കൊടുത്തിട്ടുണ്ട്. 50 MB തന്നെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ ഫ്രണ്ട് ക്യാമറയിൽ 4K 13 FPS വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ നല്ലൊരു ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 4K 13 മാറ്റിയിട്ട് 16 FPS ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. 13 വലിയ കുഴപ്പമൊന്നുമില്ല. 16 ആണ് കുറച്ചും കൂടെ നല്ലൊരു വീഡിയോ. ബാക്കിയുള്ള ഫോൺ ഈ റേഞ്ചിലോ ബാക്കിയുള്ള ഫോൺ 16 FPS കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഫോണിൽ കിട്ടുന്നില്ല. പക്ഷേ ബാക്കിയുള്ള റേഞ്ച് നോക്കുമ്പോൾ ഇതിലെടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല രസമുണ്ട്, നല്ലതാണ് കേട്ടോ. കുഴപ്പമൊന്നും പറയാനില്ല. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്യാമറ ഇതിന് വേണ്ടി. ഡീസൻ്റ് ആയിട്ടല്ല, നല്ല ക്യാമറ വരുന്നുണ്ട്. ഡീസൻ്റ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല, അതൊക്കെ മോളെ. പക്ഷേ ബെസ്റ്റ് അല്ല, എന്നാലും ആ ഒരു ഡീസൻറ്റും അതിൻ്റെ ആ ഒരു ഇടയിൽ വരുന്ന നല്ലൊരു ക്യാമറ, അത്രയേ ഉള്ളൂ. നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഇതിന് വരുന്നുണ്ട്. ഒരു ഓൾറൗണ്ടർ ഫോണിൽ വരുമ്പോൾ നല്ലൊരു ക്യാമറ വരുന്നുണ്ട്. ഇനി പെർഫോമൻസ് ആണെങ്കിലാണ് തീയായിട്ട് മോട്ടോറോള ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഡിമെൻസിറ്റിയുടെ 8350 എക്സ്ട്രീം എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 15 lakhs അടുത്തോളം ആൻറ്റി സ്കോർ ഒക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. LPDDR5X റാം ടൈപ്പ് വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമായിട്ടോ. ബെറ്റർ റാം ആൻഡ് സ്റ്റോറേജ് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗെയിമിങ്ങിന് അത്ര അധികം എനിക്കൊന്നും ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും BGM പോലുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് 16 FPS മാത്രമേ ഇതിലിപ്പോൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. അടുത്ത ഫ്യൂച്ചറായിട്ടുള്ള അപ്ഡേറ്റ്സിൽ 90 FPS 120 FPS ഒക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ ഉള്ളത്. ഗെയിമിങ് അത്ര അധികം ഇപ്പോൾ അവർ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഗെയിം റിവ്യൂസ് ഒക്കെ നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പം കാര്യമായിട്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. അതാണ് പെർഫോമൻസ് വൈസ് നല്ല ഉഗ്രനാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ആയിട്ടാണ് വരുന്നത്. 3+4 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും ഇവിടെ മോട്ടോറോള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി AI ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കീ അടക്കം
AI യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടോറോള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം AI ഫീച്ചേഴ്സും ഒരുപാട് കുത്തി നിറച്ചുകൊണ്ട് AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബാറ്ററി ആണെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 90 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് അടക്കം വരുന്നുണ്ട്. കഴിഞ്ഞ മോഡലിൽ 125 വാട്ടിൻ്റെ ആയിരുന്നു വയർഡ് ചാർജിങ്ങും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ടായിരുന്നത്. അതായത് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും 125 വാട്ടിൻ്റെ വയർഡ് ആയിരുന്നു ഉണ്ടായത്. ഇപ്രാവശ്യം അതൊക്കെ കുറച്ചിട്ടുണ്ട്, കാരണം പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക്. ഈ ഒരു സ്പെക്ക് വെച്ച് പറയുകയാണെങ്കിൽ 30,000 രൂപ റേഞ്ചിൽ ഒരു ഓൾറൗണ്ട് ഫോണാണ്. അതിനൊരു കൺഫ്യൂഷൻ ഇല്ലാതെ പറയാം. എല്ലാം ഡിസ്പ്ലേ നല്ലതാണ്, ക്യാമറ നല്ലതാണ്, പെർഫോമൻസ് നല്ലതാണ്, ബാറ്ററി നല്ലതാണ്. ഒന്നും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ബേസിക്കലി ഒന്നും അങ്ങനെ ഒരു എടുത്തു പറയാനില്ല ഇത് കുറവാണ് എന്നുള്ളത്. എല്ലാം വരുന്നുണ്ട്. ഒരു ഓൾറൗണ്ട് ഫോൺ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കുത്തി നിറച്ചുകൊണ്ട് ഒരു പവർ പാക്കഡ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. നല്ല ഫോണാട്ടോ 30,000 രൂപ റേഞ്ചിൽ. പക്ഷേ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് അബിനവ് സൈനിങ് ഓഫ്. ബൈ.